ഹലോ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് കറിയും നെയ്പ്പത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സിമ്പിളായിട്ടൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. എൻ്റെ കുക്കറിലാണ് ഉണ്ടാക്കുന്നതിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവേൻ്റെ ടേസ്റ്റും വരും, പിന്നെ ബീഫ് പെട്ടെന്ന് വേവുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നത് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളക്, കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിടാം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ബീഫും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഒരു പിടി തേങ്ങ, 4 അല്ലി നമ്മൾ ചുവന്നുള്ളി, ഇല്ലെങ്കിൽ സാധാ സവാള എടുക്കാം, ഒരിത്തിരി വലിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിളച്ച വെള്ളമല്ല, എന്നാൽ നമുക്ക് കൈ കുത്താൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതിലേക്ക് തേങ്ങേൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായി കിട്ടും. ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണ്ട, ഒരിത്തിരി കട്ടിയിൽ തന്നെ നമുക്കൊന്ന് പരത്തിയിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബോൾ പോലത്തെ നെയ്പ്പത്തിലാണ് നമുക്ക് കിട്ടുക. രാവിലെ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നെയ്പ്പത്തിലും ബീഫ് കറിയും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.